വിജയുടെ വ്യക്തിജീവിതം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ചർച്ചാവിഷയം തന്നെയാണ്. ഭാര്യ സംഗീതയുമായുള്ള അകൽച്ച, തൃഷ കൃഷ്ണയുമായി ചേർത്തുള്ള ഗോസിപ്പുകൾ എന്നിവയെല്ലാം ഇതിനൊരു കാരണമാണ്. സംഗീതയും വിജയും തമ്മിലുള്ള വിവാഹമോചന ഹർജി കോടതിയിലാണ്. സംഗീത ഉന്നയിച്ച ആരോപണങ്ങൾ വിജയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രിയെന്ന നിലയിൽ. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വ്യാപകമായി പ്രചരിച്ചു. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ട് വിജയുടെയും സംഗീതയുടെയും ഇടയിലുള്ള പ്രശ്നം പരിഹരിച്ചുവെന്ന വിജയുടെ പിറന്നാൾ ദിനത്തിൽ ഇരുവരും വീണ്ടും ഒരുമിക്കുന്ന കാര്യം അറിയിക്കുമെന്നുമുള്ള വാർത്ത. എന്നാൽ ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം തൃഷയുമായുള്ള ബന്ധം വിജയ് ഏറെക്കുറെ പരസ്യമാക്കി കഴിഞ്ഞു. വിജയ് തൻ്റെ ജീവിത പങ്കാളിയാണെന്ന് ആത്മവിശ്വാസത്തിൽ തന്നെ തൃഷ സൂചിപ്പിക്കുന്നുണ്ട്. വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയെത്തി. ശോഭ ചന്ദ്രശേഖരനെ തൃഷ അന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്തു. തൃഷ വിജയ് വിവാഹം ഉടനുണ്ടാകുമെന്നാണ് അന്ന് വന്ന അഭ്യൂഹങ്ങൾ. ഇതിന് ശേഷമാണ് പുതിയ അഭ്യൂഹം. ഇമേജ് തിരിച്ചുപിടിക്കാൻ വേണ്ടി വിജയുടെ PR ടീമുകൾ പ്രചരിപ്പിക്കുന്ന വാർത്തയാണിതെന്നാണ് സോഷ്യൽ മീഡിയയിലെ നിരീക്ഷണം. സംഗീതയും വിജയും ഇനി ഒരുമിക്കാനേ സാധ്യതയില്ലെന്ന് ഇവർ പറയുന്നു. ജൂൺ 22-ന് വിജയുടെ പിറന്നാൾ ദിനമാണ്. അന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വന്നേക്കും. ഒരുപക്ഷേ നിയമപരമായി ഡിവോഴ്സിന് നീങ്ങാതെ സെറ്റിൽമെന്റിന് സംഗീത തയ്യാറായിരിക്കുമെന്നും വാദമുണ്ട്. കോടതി നടപടിക്രമങ്ങൾക്ക് നാളുകളെടുക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പിന്മാറുന്നത്. അതേസമയം വിജയുടെ പേര് മോശമാകാതിരിക്കാൻ വേണ്ടി അമ്മ ഇടപെട്ട് വിവാഹമോചനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചുവെന്ന് ഇക്കാര്യത്തെ വ്യാഖ്യാനിച്ചതാകാനുമിടയുണ്ട്.